ഹായ് ഓൾ. അപ്പം നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റിംഗ് സമയമാണെന്നറിയാം. റിസൾട്ട് വെയിറ്റിംഗ് കഴിയുമ്പോഴാണ് നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആക്ച്വലി ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ റിസോഴ്സുകളുള്ള പഠിക്കാൻ പറ്റുന്ന കോളേജുകളെ കുറിച്ചായിരിക്കും നിങ്ങൾ അന്വേഷിക്കാറ്. അപ്പം ഇങ്ങനെയുള്ള കോളേജുകളെ കുറിച്ചുള്ള ഡാറ്റ തരുന്ന, നിങ്ങളും പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും NIRF ഓൾ ഇന്ത്യ റാങ്കിങ് എന്നൊക്കെ പറഞ്ഞു. സോ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിലെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചിങ് ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ അവിടുത്തെ റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ബേസിൽ നമ്മുടെ ഓൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബേസിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു റാങ്ക് കാറ്റഗറിയാണ് ശരിക്കും ഈ NIRF എന്ന് പറയുന്നത്. സോ 2023 NIRF റാങ്കിങ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്കപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ അങ്ങനെയുള്ള അത് ബാക്കിയുള്ള ഫ്യൂച്ചർ റെഫറൻസിനും ഇൻ കേസ് നിങ്ങൾ അടുത്ത നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതനുസരിച്ച് അവിടുത്തെ റാങ്കുകൾ അനുസരിച്ച് പഠിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാനുള്ള ഒരു പ്രചോദനമാണ് ശരിക്കും ഈ NIRF റാങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നത്. സോ അവിടെ തന്നെ നമുക്ക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ MBBS ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടുള്ള കുറച്ച് കോളേജസിനെ, അതായത് ഈ പ്രാവശ്യത്തെ NIRF റാങ്കിങ്ങിൻ്റെ ബേസിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇപ്രാവശ്യവും ടോപ്പിൽ വന്നിട്ടുള്ള നമ്മുടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി തന്നെയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കും അതേപോലെ തന്നെ എല്ലാ കോളേജുകളുടെ കാറ്റഗറിയിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാറ്റഗറിയിൽ 6th റാങ്കുമാണ് ഓൾ ഇന്ത്യയിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് എന്ത് തന്നെയാണ്, നമ്മുടെ എയിംസ് ഡൽഹി തന്നെയാണ്. നെക്സ്റ്റ് ചണ്ഡീഗഡിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ് ശരിക്കും 2ാം റാങ്കിൽ വന്നിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. അപ്പോൾ ഈ 3 മെഡിക്കൽ കോളേജസ് ആണ് 1, 2, 3 ടോപ്പ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ നമുക്കിനി ബാക്കി അടുത്ത ഒരു 10 റാങ്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നെക്സ്റ്റ് 4th തൊട്ട് 10 വരെയുള്ള റാങ്കിങ്ങിലുള്ള നമുക്ക് കോളേജസിനെ ഒന്ന് പരിചയപ്പെടാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂർ ആണുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ജിപ്മർ പുതുച്ചേരിയാണ്. അതിനുശേഷം അമൃത വിശ്വവിദ്യാപീഠം, നെക്സ്റ്റ് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ലക്നൗ ആൻഡ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരാണസി, കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ, ശ്രീ ചിത്തിരതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് ഫൈനലി മദ്രാസ് മെഡിക്കൽ കോളേജ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചെന്നൈ. സോ ഇതാണ് റാങ്കിംഗ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആദ്യത്തെ 10 പ്രധാനപ്പെട്ട മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ടോപ്പ് 50 റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രവും വന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെ. സോ ഇനി നമുക്കിനി ഡെന്റൽ കോളേജസിൽ ടോപ്പായിട്ടുള്ള കോളേജസിലെ ഒന്ന് പരിചയപ്പെടാം. സോ നെക്സ്റ്റ് ഡെന്റൽ കോളേജസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ളത് സവിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സയൻസസ് ചെന്നൈ ആണ്. സോ നെക്സ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ളത് മണിപ്പാൽ കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് മണിപ്പാൽ, നെക്സ്റ്റ് ഡോക്ടർ DY പട്ടേൽ വിദ്യാപീഠ്, അതിനുശേഷം മൗലാന ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസ് ഡൽഹി ആൻഡ് 5th AB ഷെട്ടി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസ് മംഗളൂരു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കോളേജസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ NIRFindia.org എന്ന സൈറ്റിൽ കയറിയാൽ ഓരോ വർഷത്തെ റാങ്കിങ് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക, ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, അവരുടെ ഫെസിലിറ്റീസ് അറിഞ്ഞിരിക്കുക. അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ആ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. സോ ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള കോളേജസിൽ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.